ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിന്റെ വികസന വിരോധികളാണെന്ന് ആരോപിച്ച് നിലമ്പൂർ നഗരസഭ ഭരണസമിതി. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിലെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ LDF ഗവൺമെന്റും നിലമ്പൂർ നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോയപ്പോൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് കൌൺസിലർമാർ പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയവരാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ LDF ഗവൺമെന്റ് NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി 89 ലക്ഷം രൂപ ചിലവഴിച്ച് OP ബ്ലോക്ക് ഉദ്ഘാടന പ്രവൃത്തിയുടെ സദസ്സിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ വിശദീകരിച്ച് സംസാരിക്കുമ്പോൾ ബഹളം വെച്ച് നടക്കുന്നത് ഇത് രാഷ്ട്രീയ ജനാധിപത്യ മര്യാദയില്ലായ്മയാണ് കോൺഗ്രസ് കാണിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ വളരെ കാലം MLA-യായും മന്ത്രിയുമായും ആര്യാടൻ മുഹമ്മദിനോ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ഷൌക്കത്തിനോ ഒരു സിറിഞ്ച് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്ന ഉടനെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബഹുമാന്യനായ രാജ്യസഭാ MP PV അബ്ദുൽ വഹാബിൻ്റെയും മുൻ MLA PV അൻവറിൻ്റെയും ഒരു കത്ത് മുനിസിപ്പാലിറ്റിക്ക് എതിരെയുണ്ടായി. അതായത് ആശുപത്രിയുമായി ചേർന്ന് കിടക്കുന്ന വിദ്യാലയം ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏകദേശം 2-3 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ചിലവാക്കും. അതുപോലെ തന്നെ പാസ്സായി കിടക്കുന്ന 2 കോടി രൂപയുടെ ബിൽഡിങ്ങിന് വേണ്ടി പാസ്സായി കിടക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും. അപ്പോൾ ഏകദേശം 4-5 കോടി രൂപയ്ക്ക് നല്ല രീതിയിൽ നമുക്കത് നിർമ്മിക്കാൻ ആവശ്യമാകും എന്നുള്ള അവരുടെ അഭ്യർത്ഥന മാനിച്ച് 29/10/2021 ഈ കൗൺസിൽ കൂടുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ ഇതിനെ എതിർത്ത് വിയോജനക്കുറിപ്പ് ഇറക്കിയ ആളുകളുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ പാലോളി മെഹബൂബ് അടക്കമുള്ള അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ കോപ്പിയുണ്ട്. അദ്ദേഹം എഴുതി ഒപ്പിട്ട് വിയോജനക്കുറിപ്പ് ചെയ്ത കോപ്പിയാണ്. ഈ വിഷയം ഞാൻ അവിടെ അവതരിപ്പിച്ചപ്പോൾ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ MLA ആയി നമ്മുടെ MLA ആയി വന്നതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നേതാവായിരുന്നത്, അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഗുണ്ടകളെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ ഒച്ചമുടി ഉണ്ടാക്കുന്നൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി നടത്താൻ പോയ അതിനെതിർത്ത ആളുകൾ നമ്മളെ സംസാരം വരുമ്പോൾ അവിടെ എതിർക്കുകയാണ്. അതിനുശേഷം അവിടെ HMC മീറ്റിംഗ് കൂടി. ആ HMC മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിൽ ഞാൻ മലയാളം വായിച്ചപ്പം അവർ പറഞ്ഞതെന്താ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിട്ടുകിട്ടിയ സ്ഥലം അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ജനങ്ങളെ തെറ്റിദ്ധരിക്കും. വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് മുമ്പിൽ. മുൻ MLA PV അൻവറും രാജ്യസഭാ MP PV അബ്ദുൽ വഹാബ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കത്തിന്റെ അടിസ്ഥാനത്തിലാണ് LDF നിലമ്പൂർ നഗരസഭാ നേതൃത്വം GMUP സ്കൂളിലെ സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.